ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. വേപ്പൊക്കെ ചാഞ്ഞ് നിൽക്കണുണ്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള മീൻ ഇക്കാക്ക കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചേട്ടനാണ് ഇവിടെ സ്ഥിരം മീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ 2 പാവയ്ക്കയും ഇരിക്കണം കേട്ടോ, അതും വാട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ പാവയ്ക്കയും സവാളയൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇനി അതിലേക്ക് സവാളയും വേപ്പിലയും പച്ചമുളകൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ പാവയ്ക്കയുടെയും ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഇടും കേട്ടോ. അപ്പോൾ ആ സവാള വാടാനൊന്നും നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ഒരുമിച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒരു പകുതി തക്കാളി ഉണ്ടെങ്കിൽ അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ആകെ ഒരു തക്കാളി ഉള്ളൂ. അപ്പോൾ അത് മീൻ കറിയിൽ ഇടണോണ്ട് പിന്നെ ഞാൻ പാവയ്ക്കയിൽ ഇട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ നന്നാക്കി കൊണ്ടുകൊണ്ട് ഒന്ന് കഴുകി എടുത്താൽ മതിയായിരുന്നു കേട്ടോ. ഉലുവ പൊട്ടിച്ച് സവാളയും വേപ്പിലയൊക്കെ ഇട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതിന് നന്നായിട്ട് വാടട്ടെ കേട്ടോ. അപ്പോൾ വാടിയിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ഇടാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് തക്കാളി അരച്ചൊഴിക്കാം കേട്ടോ. ഈ അരിഞ്ഞിട്ടണേക്കാൾ നല്ലത് അരച്ചൊഴിക്കാം കേട്ടോ മുളക് ചാറിൽ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവുമല്ലോ. പിന്നെ അതിലേക്ക് ഒരു നുള്ളു വെള്ളം ഒഴിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് ഒഴിക്കാം കേട്ടോ. ഞാൻ മുളകിടണേന് വാളംപുളിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. തേങ്ങ അരക്കണമെങ്കിൽ മാത്രം കുടംപുളി ഉപയോഗിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ മുളക് ചാറാണ് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ. തേങ്ങ അരക്കൽ കുറവാണ്. അപ്പോൾ നന്നായിട്ട് തിളക്കണ്ടേ. അപ്പോൾ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 6 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇവിടെ വറുത്തതാണ് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും പിള്ളേർക്കാണ് കൂടുതൽ. അപ്പോൾ വെച്ചത് പിന്നെ ഞാനും ഇക്കാക്കയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 6 എണ്ണമൊക്കെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ കറി മൂടി വെച്ചിട്ടുണ്ട്. പാവക്ക വാടുന്നുണ്ട്. വറക്കാനുള്ള മീനിൻ്റെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഇന്നലത്തെ കുറച്ച് ഇരുന്നിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ വെച്ചില്ല കേട്ടോ. അപ്പോൾ അതെടുത്ത് ആവിയേറ്റി. അപ്പോൾ നല്ല ചൂട് ചോറും ചാള മുളകിട്ടതും പിന്നെ പാവക്കത്തോരൻ പിന്നെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കറി വെന്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ മീൻ വറുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കേട്ടോ. പിന്നെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോസ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോക്ക്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.